ഇത് എപ്പിസോഡ് 1 ഓഫ് അവർ ട്രാവൽ വ്ളോഗ്. ഇതിൻ്റെ ഹൈലൈറ്റ് ബേബിയുടെ കൂടെയുള്ള ഫസ്റ്റ് ഹോളിഡേ ആണ് എന്ന് തന്നെയാണ്. ഇതിന് മുന്നേ UK ടു ഇന്ത്യ, സൗദി അറേബ്യ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഫാമിലി വിസിറ്റ് ആയിട്ട് കൗണ്ട് ആവുള്ളൂ. ഈ പോക്ക് സ്വിറ്റ്സർലാൻഡിലേക്കാണ്. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലേക്ക് ഒരു 3 hours ബസ് റൈഡ് ഉണ്ട്. ഈ ഫുൾ ട്രാവൽ ഞാൻ തന്നെ ചാർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റേതായൊരു യുണീക്നെസ് ഉണ്ട്. അതായത് നാളെ രാവിലെ 6 മണിക്കുള്ള ഫ്ലൈറ്റിന് ഇന്ന് രാത്രി 8 മണിക്ക് തന്നെ ഇറങ്ങണം. ഓർക്കണം, 3 hours റൈഡേ ഉള്ളൂ. നല്ല പോസ്റ്റായിരുന്നു. സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് ഞാൻ ആക്ച്വലി എല്ലാം പ്രീ ബുക്ക് ചെയ്തതാണ്. ഡയറക്റ്റ് ബസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ ടച്ച് ആക്കിയിട്ടാണ് പോകേണ്ടിയിരുന്നത്. പക്ഷേ ട്രാഫിക് കാരണമോ മറ്റോ ബസ്സുകാർ റൂട്ട് മാറ്റിയിട്ട് നേരെ ഹീത്രോ കൊണ്ടിറക്കി. ബസ് യാത്ര അത്രയും ലാഭമായി. നെക്സ്റ്റ് സ്പോട്ട് കഫേ നീറോ. അറ്റത്ത് ടീ ബ്രേക്ക്, ലോങ് ബ്രേക്ക്. യാത്ര ലാഭമായി. പക്ഷെ ലോഞ്ചൊന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് കോഫി ഷോപ്പിൽ വലിയ വില കൊടുക്കേണ്ടി വന്ന്. അവിടെ തന്നെ ഇരുന്ന് കോഫി ഓർഡർ ചെയ്തു മറ്റും ചെക്കിംഗ് ടൈം അങ്ങോട്ട് എത്തിച്ച്. അജി ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ടിപ്പിക്കൽ എയർപോർട്ട് ഡാഡ് മോഡ് ഓണായി. പാസ്പോർട്ട് എടുക്കുന്നു, മടക്കി പറക്കി വെക്കുന്നു, പെട്ടി എടുക്കുന്നു, ചെക്കിൻ ചെയ്യുന്നു, അങ്ങനെ. ഈ പ്രാവശ്യമാണ് ഞങ്ങൾ ആദ്യമായിട്ട് സ്ട്രോളർ കൊണ്ടുപോകണേ. ഇതിന് മുന്നേ നാട്ടിൽ പോകുമ്പോഴൊക്കെ കൈമാറി എടുക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ടൈം എല്ലാവരും ഈ BMW ഓവർ-സൈസ് ലഗേജിൽ ഫ്രീ ആയിട്ട് തന്നെ കയറ്റി വിട്ട്. ഫ്ലൈറ്റിൻ്റെ ഡോർ വരെ കൊണ്ടുപോകാനൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും പിന്നെ ഒന്നുകൂടി കോംഫി ബേബി കാരിയറിലാണ്. അങ്ങനെ 7 hours ലേറ്റർ ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് അത്യാവശ്യം റിസർച്ച് ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ വന്നത്. 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ആണെങ്കിലും എല്ലാവരെന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ട ടോയ്സ് ഒന്നിലധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും വേണ്ടി വന്നില്ല, എല്ലാവരും നന്നായിട്ട് ഉറങ്ങി. എൻ്റെ ഒരു കൊളീഗ് എനിക്ക് തന്നൊരു പാരൻറ്റിങ് അഡ്വൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ബേബീസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അഡാപ്റ്റബിളാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്കാണ് അവരെ കൊണ്ടുവരേണ്ടത്, നേരെ തിരിച്ചല്ല. ഞാനത് അനുഭവം കൊണ്ട് മനസ്സിലാക്കി. ഇതൊരു ഷോർട്ട് ഫ്ലൈറ്റ് ആയിരുന്നു. ഒരു 1.5 hour ജേർണി, ഡയറക്റ്റ് ലണ്ടൻ ടു സൂറിക്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും മെയിൻ സംഭവം. പ്ലാൻ ചെയ്തിട്ടുള്ളത് മുഴുവനും ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പോട്ട്സ് മാത്രമാണ്. ഇവിടെ 3 ദിവസത്തിനാണ് വന്നത് ആൻഡ് 4 മെയിൻ സ്പോട്ട്സാണ് കവർ ചെയ്യാൻ പോണേ. 2 ആളും ചോക്ലേറ്റ് ലവേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് സ്പോട്ട് തന്നെ ലെൻ ചോക്ലേറ്റ് ഫാക്ടറി. പിന്നെ ഒരു മഞ്ഞ് മൂടിയ മല കാണണമല്ലോ. ആൻഡ് വി ചൂസ് മൗണ്ട് പിലാറ്റസ്. ഇവിടുത്തെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള സിറ്റീസാണ് പിന്നെ കണ്ടുവച്ചിട്ടുള്ളത്. സ്റ്റേ എല്ലാം പ്രീ ബുക്ക് ചെയ്ത് വെച്ചത് ലൂസൺ എന്ന സിറ്റിയിലാണ്. അവിടെ നിന്നാകുമ്പോൾ നെക്സ്റ്റ് മോർണിംഗ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പെട്ടെന്ന് എത്താം. കയ്യിലാണെങ്കിൽ ഒരു ചെറിയ ക്യാബിൻ ട്രോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അഡീഷണൽ ട്രാവലൊക്കെ ഒഴിവാക്കാൻ അതിയിട്ട് നേരെ ലിൻ മ്യൂസിയം പോയി. വരുന്നതിന് മുന്നേ തന്നെ ഞാൻ മെയിൽ ചെയ്തിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഫെസിലിറ്റീസൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ. അതിന് അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ടൈം UK വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമില്ല. ഒരു 1 hour അഹെഡ്. 9 AM ആകുമ്പോൾ തന്നെ നമ്മൾ ലാൻഡ് ചെയ്ത്. പിന്നെ മ്യൂസിയത്തിലെ ടൂർ ബുക്കിംഗ് ആണെങ്കിൽ ഒരു 12 PM. So we had enough time in between. എയർപോർട്ടിൽ നിന്ന് ബൈ ട്രെയിൻ ഒരു 40-45 മിനിറ്റ്സ് എടുത്ത് കാണും കിൽച്ച്ബർഗ് എത്താൻ. അവിടുന്ന് ഒരു 10 മിനിറ്റ്സ് നടക്കാനുള്ളൂ. അപ്പോഴാണ് നമ്മൾ ശരിക്കും സ്വിറ്റ്സർലാൻഡ് ആസ്വദിച്ച് തുടങ്ങണേ. ബ്യൂട്ടിഫുൾ പ്ലേസ്, വെരി കാം ആൻഡ് ചുറ്റും ബ്യൂട്ടിഫുൾ സ്ട്രക്ചേഴ്സ്. സ്പോട്ട് എത്തിയപ്പോൾ തന്നെ ശരിയായ ചോക്ലേറ്റിൻ്റെ മണം. ഈ ലോകത്തെ ഏറ്റവും ടോൾ ചോക്ലേറ്റ് ഫൗണ്ടൻ അവരുടെ എൻട്രൻസിൽ തന്നെ കൊണ്ടുവച്ചേക്കല്ലേ, പിന്നെങ്ങനാ. ഫൗണ്ടനെക്കാട്ടിലും എൻ്റെ കണ്ണിൽ പിടിച്ചത് ഈ കഫേ ആട്ടോ. എല്ലാവരും കണ്ടില്ലേ, ഫുൾ സെൻസറി ഓവർലോഡ് ആയിട്ടുണ്ട്. ഒരു വട്ടം ഒന്ന് കാണാം, പിന്നെ അതിൽക്കാട്ടി നല്ല അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ആ ചോക്ലേറ്റ് വാങ്ങിച്ച് തിന്നന്നൊക്കെ. ഞങ്ങളെ റിവ്യൂ അങ്ങനെയാണത്. പെട്ടെന്ന് കിടക്കാം. എനിക്ക് ഇത്ര ഹിസ്റ്ററി പണ്ട് ഇഷ്ടം.
ഇത് പ്രോപ്പറായിട്ട് കേട്ട് കേട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 മിനിറ്റ്സോളം എടുക്കും. ശരിക്കും ഈ സ്വിസ് ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററിയും ആ ഒരു മാജിക്കും അവർ ബ്യൂട്ടിഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന. ബട്ട് നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വി കെയിം ടു ദ മെയിൻ പാർട്ട്, ചോക്ലേറ്റ് ടേസ്റ്റിംഗ്. എങ്ങനെയുണ്ട്? എൻ്റെ ഈ റിയാക്ഷൻ കണ്ടിട്ട് ചോക്ലേറ്റിനെ അളക്കണ്ട. ഞാൻ ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻസൊക്കെ കണ്ടിട്ട് ഇത് വേറെ തന്നെ സാധനമാണെന്നാണ് കരുതിയത്. പക്ഷേ ഇത് സെയിം ചോക്ലേറ്റാണ്, വേറെ തന്നെ ആംബിയൻസിൽ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കണമെന്ന് മാത്രം. ഞാൻ പുതിയൊരു ട്രൈ ചെയ്യാൻ പോകും. 3 മിക്സ് ചെയ്തിട്ട് എടുത്തു ഒരു ഡ്രോപ്പ്. അപ്പോൾ മിക്സ് കാണാൻ വിചാരിക്കുന്നത് ഓക്കെ. സോ ടേസ്റ്റ് ഞാൻ അവളോട് വെച്ചാൽ മതി. എനിക്ക് ആകെ ഞാൻ ഒന്ന് നക്കിയതേ ഉള്ളൂ, ബാക്കിയൊക്കെ തിന്നാവണം. നോക്കണം അത് ഗ്രീനാ ആദ്യം ഗണപതിക്ക്. ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ധൃതി പിടിച്ച് പോയിരുന്നത് എക്സിറ്റിൻ്റെ തൊട്ട് മുന്നുള്ള ഏരിയയിലേക്കാണ്. അവിടെ ഒരാൾക്ക് ഓരോന്ന് വെച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരുടെയും കൗണ്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് ഷോപ്പിലേക്ക് പോയി. ലോകത്തെ ഏറ്റവും വലിയ ലഞ്ച് ഷോപ്പാണല്ലോ ഇത്. ഒരു 3 PM ആയപ്പോൾ ഞാൻ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ കയറണേ. ഒരു 1.5 hour ലോങ് ആണ്. ബേബിയെ സ്പെക്ടേറ്ററായിട്ട് വെക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അജുവിനെ ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ആൻഡ് ഹീസ് ഡൂയിങ് ദ ബേബി സിറ്റിംഗ്. ദുബായ് ചോക്ലേറ്റ് ഹൈപ്പായിരുന്ന സമയത്ത് ഞങ്ങൾ UK ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. UK വളരെ റീസെൻ്റ്ലിയാണ്, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പെരുന്നാളിനെങ്ങാണ്ടല്ല എന്ത് ദുബായ് സ്റ്റൈൽ ചോക്ലേറ്റ് മാർക്കറ്റിൽ ഇറക്കിയത്. ലാസ്റ്റ് ടൈം സൗദി പോയപ്പോൾ അവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിരുന്നു. പക്ഷേ ആ ടൈമിൽ കസിൻസ് വേറൊരു ഐറ്റമാണ് ഇൻട്രൊഡ്യൂസ് ആക്കി തന്നെ, B11 എന്ന് പറഞ്ഞിട്ട്. അത് വേറെ തന്നെ കിഡു ഐറ്റം. അതിലും പിസ്താഷ്യോ തന്നെയാണ് ട്രൈ ചെയ്തത്. ആകെ അഡിക്റ്റഡ് ആയിപ്പോയി. പക്ഷേ UK വന്നപ്പോൾ സാധനം കിട്ടണ്ടേ. സോ ഈ കോഴ്സ് അവൈലബിൾ ആണെന്ന് അറിഞ്ഞപ്പോൾ അജിനെ കൺവിൻസ് ചെയ്യാൻ അധികം എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ബേക്ക് ചെയ്യാനും ഡെസേർട്സ് ഉണ്ടാക്കാനൊക്കെ അറിയുന്നവർക്ക് ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണത്. ഇതിനാണ് ഞാൻ 60 pounds കൊടുത്തിട്ട് കയറിയത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഭയങ്കര ഹൈപ്പായിരുന്നു. Foil here, so I'm going to put it on top of the chocolate and then just spread it once again to cool. Finally I made my chocolate and I made some friends, Mexican friends. Say hi. Yes, okay, it's enough. Ta-da-ta-da! Ooh, that's mine. Amazing. We'll cut that part out. ഈ മാസ്റ്റർ ഉണ്ടാക്കിയ ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് നമ്മൾ തന്നെ റാപ്പ് ചെയ്തതും അത് കമ്പയർ ചെയ്യാൻ ഒരു ഒറിജിനൽ പാക്കും കൂടി നമ്മുടെ കയ്യിൽ തന്നു വിട്ടിട്ട് അവർ വിടുന്നത്. ഇവിടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ഞങ്ങളിവിടെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്ത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവിടുത്തെ കഫേ തന്നെ ആയിരുന്നു. പിന്നെ ടൂറും പർച്ചേസും വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് 5 PM അവിടെ നിന്ന് തിരിച്ച്. ഇതേതേ ഗുദാമ്. ഭയങ്കര ഈ ഒരു ഡിസ്ട്രിക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് സ്പോർട്സ് ആൻഡ് എക്സിബിഷൻ ഫെസിലിറ്റീസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് കണ്ടറിയാം. വെരി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ.
പോണ വഴിയിലൊക്കെ സൈക്ലിസ്റ്റും ജോഗേഴ്സും. പ്ലേ ഗ്രൗണ്ട്സ് ആണെങ്കിൽ ഫുൾ ഓൺ. IHGയിലെ മെമ്പർ ആയതുകൊണ്ട് 5th ഫ്ലോറിൽ മൗണ്ടൻ വ്യൂ ഉള്ള റൂം തന്നെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത്. ആ മല ഒരിക്കൽ നമ്മൾ കയറാൻ പോകുന്നത്. ആ മഞ്ഞ് മൂടി നിൽക്കുന്ന മല ഉണ്ടോ, അതാ നെക്സ്റ്റ് സ്പോട്ട്.